മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. നെയ്മക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ എത്തിയത്. പശുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയുമാണ്. സുബിൻ കെ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, വിശദാംശങ്ങൾ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിലവിൽ വീണ്ടും പടയപ്പ പരാക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ന്യായമക്കാട് അതുപോലെ തന്നെ ലോക്കാട് എസ്റ്റേറ്റ് ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ പടയപ്പയുള്ളത്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു പശുവിനെ ഈ കാട്ടുകൊമ്പൻ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹവാസികൾ പകർത്തിയത്. പ്രധാനമായും ഈ തോട്ടം മേഖല ആയതുകൊണ്ട് തന്നെ ഈ തേയിലത്തോട്ടത്തിനുള്ളിലൂടെയാണ് പലപ്പോഴും ഈ കാട്ടാന ചുറ്റിത്തിരിയുന്നത്. ഈ തീറ്റ തേടിയാണ് നിലവിൽ ഈ ജനവാസ മേഖലയിൽ ആന ചുറ്റിത്തിരിയുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ ലയങ്ങൾക്ക് സമീപത്തെ ഈ അടുക്കളത്തോട്ടങ്ങളിൽ ഈ ആന വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. കൃഷിവിളകളെല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ ആന തുടർച്ചയായി ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ആനയെ തുരത്താൻ കൃത്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ ഒരു പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഈ തോട്ടം തൊഴിലാളികൾ ഈ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്നുണ്ട്. ശരി സുബിൻ.